നിങ്ങളുടെ ജീവിതം 40കളിലോ 60കളിലോ ആണോ? അത്ര ഹാപ്പി അല്ലാത്തൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ പ്രായമാകൽ പ്രക്രിയ സ്പീഡ് ഗിയറിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് ഏജിങ് ഒരു ഗ്രാജുവൽ പ്രോസസ്സ് അല്ല. ആദ്യം 44ലും പിന്നീട് 60ലും അതിന് വേഗം കൂടുന്നു. അല്ലെങ്കിൽ മനുഷ്യന് പ്രായമാകുന്നത് ഒരേ താളത്തിലോ തലത്തിലോ നടക്കുന്ന ഒരു സാധനം അല്ലെന്നും പറയാം. എളുപ്പം മനസ്സിലാകും വിധത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഈ ഒരു കാപ്പിയിലും ചായയിലും ചോക്ലേറ്റിലും ഒക്കെ കഫീൻ ഉണ്ടല്ലോ. ആ കഫീനെ ദഹിപ്പിക്കാനുള്ള നമ്മുടെ കഴിവ് 40കളിൽ തന്നെ നന്നായി കുറയും. പിന്നെ പറഞ്ഞാൽ മദ്യത്തെ മെറ്റബോളൈസ് ചെയ്യാനുള്ള നമ്മുടെ ഒരു കഴിവും 40കളിൽ തന്നെ നല്ലോണം കുറയുന്നുണ്ട്. പിന്നെ 40കളിൽ കൂടുന്നൊരു കാര്യം പറഞ്ഞാൽ മസിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മസിലുകൾക്കുണ്ടാകുന്ന പരുക്കുകളുമാണത്. നമുക്ക് തന്നെ വൃത്തിക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം പറയട്ടെ, 40കളിൽ സംഭവിക്കുന്നത് ആ പ്രതിഭാസം ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പ് അത് അടിയാൻ തുടങ്ങുന്നു എന്നതാണ്. ഇനി 60കളിലെ ചില കാര്യം പറയാം. അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത പോയിന്റിൽ തന്നെ ആദ്യം തുടങ്ങാം. ആ പ്രായക്കാരിൽ എവിഡൻ്റായി കാണുന്ന മസിൽ ലോസ് അഥവാ സാർക്കോപീനിയ, പിന്നെ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് നമുക്കറിയാം, ഹൃദയ അനാരോഗ്യങ്ങൾ കൂടുന്നത് നമുക്കറിയാം. ഇതെല്ലാം ഈ പ്രായത്തിലാണ്. ഇതുകൂടാതെ മറ്റൊരു പഠനം പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വാർദ്ധക്യം സംഭവിക്കുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണെന്നും കൂടിയാണ്. ഉദാഹരണത്തിന് സ്കൂൾ തലത്തിലേ നമുക്കറിയാവുന്ന ഒരു അയോട്ടയെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ മഹാധമനിക്ക് വാർദ്ധക്യം വളരെ നേരത്തെയും വളരെ വേഗത്തിലും ബാധിക്കുന്നുണ്ട് അത്രേ. അഡ്രിനൽ ഗ്ലാൻഡ് 30 വയസ്സിൽ തന്നെ വയസ്സാകാൻ തുടങ്ങും. പക്ഷേ എല്ലാ അവയവങ്ങളും അങ്ങനെ ഒരേ പേസിൽ അല്ല പോകുന്നതെന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. വർഷങ്ങളെടുത്ത് 108 പേരിലാണ് ഈ പഠനം നടത്തിയത്. ഇത് പ്രസിദ്ധീകരിച്ചത് നേച്ചർ ഏജിങ് എന്ന ജേണലിലാണ്. എന്തായാലും പേടിക്കേണ്ട, നമ്മുടെ 40ഉം 60ഉം എല്ലാം ആരോഗ്യപരമായി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടങ്ങളാണെന്നാണ് പഠനം പറയുന്നുള്ളൂ. സോ പ്രായമൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് ആരോഗ്യപരമായ ശീലങ്ങളൊക്കെ ഒട്ടും തന്നെ മടിക്കാതെ തുടരണം.